ചാമി വരാറ് ചാമി വരാറ്. നെടുങ്കണ്ടം ബ്ലോഗിൻ്റെ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പോക്കെന്ന് പറയുന്നത് ഒരു വലിയൊരു മലയാണ്. ആ മലയിലാണ് നമ്മൾ ഇന്ന് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് 1 മണിക്കൂറത്തെ ട്രെക്കിംഗ് ഉണ്ട്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞിട്ട് 4:30 ആയിട്ടുണ്ട്. അപ്പം അവിടെ ചെന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ ട്രെക്ക് ചെയ്ത് മുകളിൽ ചെന്ന് ടെൻ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇന്നലെ നമ്മൾ ചെയ്ത പോലെ തന്നെ കുറച്ച് ക്യാമ്പ് ഫയറിനുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്യണം, കുക്കിങ്ങിനുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്യണം. രാമക്കൽമേടിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന അതേ ക്ലൈമറ്റ് തന്നെയാണ്. രാമക്കൽമേടിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് മൊത്തം കുറേ വിൻമില്ലുണ്ട്. അവിടെ അങ്ങേ സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വിൻമില്ലുകൾ കറങ്ങുന്നത് കാണാം. ഇത് തൊട്ടടുത്ത് ഭീമാകാരനായൊരു സാധനം. ഇത് ഭയങ്കര വലുപ്പമാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ട് ചോട്ടി ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ലീഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 4 നില കെട്ടിടത്തിൻ്റെയൊക്കെ അത്ര ഹൈറ്റ് ഉണ്ട്. ആണോ? അത്ര ഹൈറ്റ് ഉണ്ടല്ലോ ലീഫിന്. ആ ഒരു പരന്ന മൊട്ടക്കുന്നിലെ ചില സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ ഫോറസ്റ്റ് നിൽപ്പുണ്ട്. അതിൽ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ചെറിയ സ്ഥലത്താണ് നമ്മൾ ഇന്ന് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ടൈം 4:30 കഴിഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ലൈറ്റ് പോകുന്നതിന് മുമ്പ് നമ്മൾ വണ്ടി എടുത്ത് പോവാണ്. വണ്ടി ഞങ്ങൾ 3 വണ്ടിയും അവിടെ അജയ് ഷേട്ടൻ്റെ ക്യാമ്പാണ്. അജയ് ഷേട്ടൻ്റെ ക്യാമ്പിൽ കൊണ്ടിട്ട് വണ്ടി ഞങ്ങൾ സൈഡാക്കി സേഫ് ആക്കിയിട്ട് വെച്ചിട്ട് നമ്മുടെ ട്രെക്കിംഗ് ഇതേ ഇപ്പോൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് ടെൻറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ സാധാരണ മലമണ്ടയിലല്ലേ ട്രെക്ക് ചെയ്ത് ക്യാമ്പ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഇതേ ആ മലയുടെ മണ്ടയിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മണ്ടയിൽ പോയിട്ട് ഒരു ചെരുവിൽ പോയിട്ട് ടെൻറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. താഴെ നിന്ന് ടെൻറ്റ് ചെയ്താൽ നമുക്കൊരു ഫീൽ കിട്ടത്തില്ല. എല്ലാവരുടെയും കയ്യിൽ അത്യാവശ്യം ലഗേജ് ഉണ്ട്. ഹെൽമെറ്റ് സഹിതം എല്ലാ സാധനവും നമ്മൾ എടുത്തിട്ടുണ്ട്. 2 ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, കിച്ചൺ ഉപകരണങ്ങൾ എല്ലാമായിട്ടാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി ട്രെക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഈ മലയുടെ ഏറ്റവും മണ്ടയിലൊരു പുൽമേടുണ്ട്. ഭയങ്കര വ്യൂ ആണ്, അന്യായ വ്യൂ ആണ്. അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മേഘമല വരെ കാണാൻ പറ്റുന്ന വ്യൂ ആണ്. അപ്പോൾ അങ്ങോട്ട് ട്രെക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ലൈറ്റ് ഔട്ടാവും സമയത്തായതുകൊണ്ട്. അതുമാത്രമല്ല ഈ ലഗേജും വലിച്ചോട്ട് അത്രയ്ക്കും ദൂരം മുകളിലേക്ക് കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അതുകൊണ്ട് കുറച്ച് ദൂരം കൂടെ ഞങ്ങൾ മുമ്പോട്ട് പോയിട്ട് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പുൽമേട്ടിൽ ഇവിടെ അല്ലേ വലിയ വ്യൂ നൈസാ. മോർണിംഗ് നല്ല ഇത് കിട്ടും. യെസ്, ഷോൾഡർ ഷെയ്ഡ് വരും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ടെൻറ്റ് ഇടാം അല്ലേ? നിരപ്പുണ്ടോ ചേട്ടാ? അത്യാവശ്യം നിരപ്പ് എന്നാ പറയാം, കുഴപ്പമില്ല. വ്യൂ ഉണ്ടല്ലോ അത്യാവശ്യം. നല്ല വ്യൂ അല്ലേ? പുല്ലൊക്കെ ഒന്ന് ചെത്തി മാറ്റി കഴിഞ്ഞാൽ 2 ടെൻറ്റ് സുഖമായിട്ട് ആക്കാൻ പറ്റില്ലേ?
അതുകൊണ്ട് നമ്മളിത് ഇവിടെ ടെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നൈറ്റ് ക്യാമ്പിങ് ഇവിടെ ആയിരിക്കും. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ടെൻറ്റ് സെറ്റ് ചെയ്യണം. അതിനുശേഷം കുറച്ച് വിറക് സാധാരണ പോലെ നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് ബാക്കി നമ്മുടെ ആക്ടിവിറ്റീസ്. നമ്മൾ ടെൻറ്റ് ഇടാൻ പോകുന്നത് ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ആ പുൽമേട്ടിലാണ്. അവിടെ രണ്ടെണ്ണം ഇടാനുള്ളൊരു സെറ്റപ്പില്ല, കാരണം ചെരിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരെണ്ണം ഇട്ടിട്ട് ഈ പുല്ല് നമ്മൾ സെറ്റാക്കി ഇപ്പോൾ വൃത്തിയാക്കി എടുത്താണ്. ഇവിടെ ഒരെണ്ണം ഇടും. ഇവിടെ ഇട്ടാനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈഡ് വ്യൂ ആണ്. 360 ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഒരു 180 വ്യൂ ഉണ്ട് ഇവിടുന്ന്. കാരണം ഈ ഒരു താഴ്വാരയുടെ അപ്രവശം നമുക്ക് കിട്ടില്ല. നമ്മൾ ആ മുകളിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ട്രെക്ക് ചെയ്ത് മുകളിലേക്ക് എത്തില്ല. നമ്മൾ സാധാരണ ടെൻറ്റൊക്കെ ചെയ്യുമ്പോൾ നല്ല പരന്ന സ്ഥലമായിരിക്കും കിട്ടുക. പക്ഷേ ഇങ്ങനെ ഒരു മലഞ്ചെരുവിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് നേച്ചറിൽ നിന്ന് ആ രീതിയിൽ അങ്ങോട്ട് ചെയ്യാമെന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് അത്യാവശ്യം വൃത്തിയാക്കിയേക്കാണ്. അതുപോലെ പുല്ല് ഈ സൈഡിലത്തെ ഈ ഭാഗത്തെ പുല്ലുണ്ട്. ആ പുല്ല് ചെത്തിയിട്ട് നമ്മളൊരു മെത്ത പോലെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുവാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മറ്റേ പുൽക്കൂട് പോലത്തെ ആ ഒരു സെറ്റപ്പാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ മുകളിൽ ടെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അടിയിലത്തെ കല്ല്, ചെറിയ ചെറിയ കുഴികൾ, ചെറിയ കുറ്റിച്ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ടെൻറ്റ് തുളഞ്ഞു കയറത്തില്ല, നമുക്ക് നൈസായിട്ട് കിടന്ന് ഉറങ്ങാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ടെൻറ്റ് അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സമയം പോയതുകൊണ്ട് ഞങ്ങൾ ഓരോ പണിയിലേക്ക് മറിയേക്കുവാണ്, ഡെലിഗേറ്റ് ചെയ്തേക്കുവാണ്. ഞങ്ങളിത് ടെൻറ്റ് സെറ്റ് ചെയ്യുന്നു. അജയ് ചേട്ടനുണ്ട് അവിടെ ഫയർവുഡ് റെഡിയാക്കുന്നു. തീ കത്തിക്കാനുള്ള വിറകുകൾ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം ശരിക്കും 6 മണിയായി. എപ്പോൾ വേണമെങ്കിലും ലൈറ്റ് പട്ടായെന്ന് പറഞ്ഞിട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മൾ 2 ടെൻറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഇരിക്കുന്ന സാമാനങ്ങളെല്ലാം എടുത്ത് ടെൻറ്റിനകത്ത് കയറ്റണം. ടെൻറ്റിന് ഷേപ്പൊക്കെ നോക്കി, ശരിക്കും പറഞ്ഞാൽ ഒരു അൺഷേപ്ഡ് ആയിട്ടാണ് അപ്പോൾ നിൽക്കുന്നത്. കാരണം അതുപോലെ കാറ്റാണ്. ഇത്രയും വിസ്താരണമുള്ളൊരു ഏരിയ അല്ലേ. അപ്പോൾ അങ്ങേയറ്റത്തെ ടെൻറ്റാണെങ്കിലും ഒരു പ്രത്യേക രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. ലൈറ്റ് കംപ്ലീറ്റ്ലി പോയി. ഇപ്പം നമ്മൾ ഫ്ലാഷ് ലൈറ്റൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എത്രയും വേഗം വിറകും കൂടെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ടെൻറ്റിനകത്തേക്ക് സാധനങ്ങൾ കയറ്റണം. ടെൻറ്റ് നല്ല കുറ്റിക്കാട്ടിലാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഉള്ളുകൊണ്ട് കയറുന്നുണ്ട് അടിയിൽ നിന്ന്. അപ്പം എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. സ്ലീപ്പിംഗ് ബാഗ് ഇത്തവണ പുറയ്ക്കുന്നില്ല. സ്ലീപ്പിംഗ് ബാഗിന് അകത്ത് കയറുന്നില്ല. സ്ലീപ്പിംഗ് ബാഗ് നമ്മൾ മാറ്റാക്കുവാണ്. ട്രിക്കി ബാ, എന്തെങ്കിലുമൊക്കെ മിച്ചമുണ്ടെങ്കിൽ തരാം.
ഞങ്ങളുടെ ഫുഡ് ഇതാണ് കേട്ടോ. ബ്രെഡ്, ജാം, ഓംപ്ലേറ്റ് അടിക്കാൻ പറ്റിയില്ല, ഭയങ്കര കാറ്റാണ്. അപ്പം സ്റ്റവ് കത്തി നിൽക്കുന്നില്ല. ഇതിനെ വിശക്കുന്ന പറഞ്ഞ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യന്റെ മണ്ടയങ്ങൾ വെട്ടി കൊടുക്കാം. കൂടെ മാഗിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ്. சாமி வருவாரே, கருப்ப சாமி வரவாரே, வரவாரே இந்த கருப்ப ஐயா வரவாரே, இந்த உலகத்து காக்கமாறு ஐயா வரவாரே, சாமி வராரு, சாமி வராரு எங்க கருப்ப சாமி வரவாரே. അപ്പൊ നമ്മള് നിലവിൽ ക്യാമ്പ് ഫയർ ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് കൂടുകയാണ്. ഒരാൾ റിക്കി പോയിട്ട് അകത്ത് കയറി കിടന്നു ഒരു ടെന്റിൽ. നല്ല തണുപ്പാണ്, ഏതാണ്ട് ഒരു 5-നും 10-നും ഇടയ്ക്ക് ഉള്ള ഒരു തണുപ്പാണ്, ഒരു ടെമ്പറേച്ചറാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാമ്പ് ഫയർ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ലായിരുന്നു, അതുപോലെ തണുപ്പായിരുന്നു. ക്യാമ്പ് ഫയർ ഉണ്ടാക്കാൻ വേണ്ടി അജയ് ചേട്ടൻ കുറേ ബുദ്ധിമുട്ടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നമ്മളിവിടെ നിർത്തിയിട്ട് നേരെ ടെന്റിൽ കയറിയിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകുന്നു. രാവിലെ നമ്മൾ എണീറ്റിട്ട് മുകളിലേക്ക് ഒരു ട്രെക്കിംഗ് ആണ് നമ്മുടെ നാളത്തെ, അതായത് നെടുങ്കണ്ടത്തെ നമ്മുടെ നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ട്രെക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ നാളത്തെ വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ്.